നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ.വി. പിള്ളൈ, ഡയറക്ടർ, കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചെന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം വന്നേ. ഇന്ന് ഞാൻ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ സ്കിൻ ഡിസീസിനെ പറ്റിയാണ്. നേരത്തെ തന്നെ സ്കിൻ ഡിസീസിനെ പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും പല പേഷ്യൻസും അതേപ്പറ്റി കൂടുതൽ ചോദിക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഞാൻ അതും കൂടെ പറയാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സ്കിന്നിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പ്രധാനമായിട്ട് അറിയേണ്ടത്, ഒന്ന്, സ്കിന്നെന്ന് പറയുന്നത് ബിഗ്ഗസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഓർഗൻ ഇൻ ദ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയൊരു അവയവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നാണ്. നമുക്ക് സ്കിന്നില്ലാതെ ഒരു മിനിറ്റ് പോലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പിന്നെ അതാണ് ഇത്രയാണ് സ്കിന്നിൻ്റെ പ്രാധാന്യം. ഇത് ഒറ്റ വാക്കുകൊണ്ട് തന്നെ നമുക്കറിയാൻ പറ്റും. പിന്നെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തെർമോഡൈനാമിക് സിസ്റ്റം, ബോഡിയുടെ തെർമോഡൈനാമിക് സിസ്റ്റം, അതായത് ചൂടിനെയും സംരക്ഷിക്കുന്നത് ഒരു എയർ കണ്ടീഷൻ പോലാണ് വർക്ക് ചെയ്യുന്നത് സ്കിന്ന്. ഇപ്പോൾ ഉദാഹരണം, നമ്മളൊരു വെയിൽ കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ യാത്ര ചെയ്തൊക്കെ വരുമ്പോഴത്തേക്ക് നടന്നൊക്കെ വന്ന് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരം മുഴുക്ക വിയർക്കും. എന്നിട്ടത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഫാനിൻ്റെ ഒന്നും ഇല്ലാതെ തന്നെ കുറേ കഴിയുമ്പോഴത്തേക്കത് നല്ല തണുപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് തെർമോഡൈനാമിക് സിസ്റ്റം. പിന്നെ നമ്മൾ എല്ലാ അവയവത്തിനേക്കായി കൂടുതലായിട്ട് നമ്മൾ പ്രിസർവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ സ്കിന്നെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ അകത്ത് കഴിക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ സ്കിന്നിൽ ഉപയോഗിക്കാവൂ. ഇപ്പോൾ ചെറിയ ആളുകൾ ഈ ബ്യൂട്ടിക്ക് വേണ്ടി അതിന് വേണ്ടിയൊക്കെ വളരെ കെമിക്കൽ സാധനങ്ങളെല്ലാം ഉപയോഗിക്കും. അപ്പോൾ ഇതെല്ലാം സ്കിന്നിൽ കൂടെ പോയി നമ്മുടെ ബോഡി ഇത് അഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ചെറിയ ആളുകൾ ഈ ഡൈ ഒക്കെ ചെയ്യുന്ന പല രീതിയിലുള്ള ഡൈ ചെയ്യും. അത് അത്രയും കെമിക്കൽസാണ്. അപ്പോൾ നല്ല ഡോക്ടേഴ്സിന് പോയി കഴിഞ്ഞാൽ നാച്ചുറൽ ഡൈ ഒക്കെ പറഞ്ഞു തരും. അപ്പോൾ നാച്ചുറൽ ഡൈ ചെയ്ത് കഴിഞ്ഞാൽ അത്ര വലിയ കുഴപ്പമില്ല. മറ്റേതെല്ലാം കെമിക്കൽ ഡൈ ആണ്. അപ്പോൾ ഇത് ആവശ്യത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ചെന്ന് കഴിഞ്ഞാൽ ആ സകല അവയവത്തിനെ അത് ബാധിക്കും. ഈവൻ്റെ പിന്നെ പല രോഗങ്ങളും അതിൽ വരാം. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ 100% പോവുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ പറ്റിക്കഴിഞ്ഞാൽ അത് 80% നമ്മുടെ ബോഡിയിൽ പോകും. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. വേദന സംഹാരി കഴിക്കുന്നതിന് പകരം നമ്മൾ വേദന സംഹാരി പുറത്ത് വരട്ടിക്കഴിഞ്ഞാൽ 80% എഫക്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അതേസമയം മറ്റേതിനത്രയും ദോഷവശം വരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഏത് സാധനങ്ങൾ കഴിക്കുന്നോ ആ കഴിക്കുന്ന സാധനം മാത്രമേ സ്കിന്നിൽ ഉപയോഗിക്കൂ. അപ്പോൾ ഉദാഹരണം, നിങ്ങൾ യാതൊരു കാരണവശാലും ഈ മിനറൽ ഓയിൽസ്, അത് മിനറൽ ഓയിൽ നമുക്ക് മാർക്കറ്റിൽ കിട്ടും, അത് സിന്തറ്റിക്കായിട്ടുണ്ടാകും, പെട്രോളിയം പ്രോഡക്റ്റാണ്. യാതൊരു കാരണവശാലും നിങ്ങളുടെ ഈ ശരീരത്തെ അത് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ തന്നെ അത് മിനറൽ ഓയിൽ മുഴുക്കത് WHO ബാൻ ചെയ്തിരിക്കുകയാണ്. പണ്ട് ഇവിടെയൊക്കെ നമുക്ക് അവൈലബിളായിരുന്നു. കുട്ടികൾക്കെല്ലാം ഈ മിനറൽ ഓയിൽ അകത്ത് വരെയും കൊടുക്കുന്ന ഒരു സിസ്റ്റം പതിവുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം ആളുകൾക്കും പൊതുജനത്തിന് മനസ്സിലായി, അതൊന്നും വാങ്ങിക്കാറില്ല ഇപ്പം. പിന്നെ അതുപോലെ ചില സോപ്പുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാസനയ്ക്ക് വേണ്ടി ഇതിന് വേണ്ടിയിട്ട് ഈ നാച്ചുറൽ അല്ലാത്ത ഓരോന്ന് ചേർക്കും. ഇതെല്ലാം നമ്മുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് അതുപോലെ പെർഫ്യൂംസ്, ഇതെല്ലാം സിന്തറ്റിക് പ്രോഡക്റ്റ്സാണ്. കഴിയുന്നതും ഈ പെർഫ്യൂംസ് ഒന്നും ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ പൗഡർ, ഇതുപോലൊന്നും. ഇതെല്ലാം സ്കിന്നിൻ്റെ പിന്നെ പോഴ്സ് എന്ന് പറയുന്ന ദ്വാരങ്ങൾ. നമ്മുടെ സ്കിന്നെന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ്വാരമാണ്. അതുകൊണ്ടാണ് ഈ നേരത്തെ പറഞ്ഞത് നമ്മുടെ എല്ലാ എക്സ്ക്രീറ്ററി സിസ്റ്റവും പോകുന്ന ഇതാണ്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ ജ്യൂസോ അല്ലെങ്കിൽ എന്ത് കുടിച്ചു കഴിഞ്ഞാൽ തന്നെയും അത് ഇതെല്ലാം ഇത് പിന്നെ അതിൻ്റെ അബ്സോർപ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് എല്ലാ സ്കിന്നിൽ കൂടാണ് പ്രധാനമായിട്ടും പോകുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ പിന്നെ കിഡ്നി കൂടെയും അല്ലെങ്കിൽ മറ്റ് പിന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം അവയവങ്ങളിൽ കൂടെ പോകുന്നത്. അപ്പം അത്രയ്ക്ക് പ്രാധാന്യമാണ് സ്കിന്നിന്. അപ്പോൾ സ്കിന്നിന് പ്രധാനമായിട്ട് ഉണ്ടാകുന്ന സോക്കേടുകൾ ഇതൊക്കെയാണ്. ഒന്ന്, നമ്മൾ എക്സിമ എന്ന് പറയും. അതിൻ്റെ മലയാളത്തിൽ രക്തവാതം. എന്നാൽ വാദമായിട്ട് ബന്ധമില്ല, എക്സിമ. കാരണം ഈ ശരീരത്തിൽ ഈ അലർജി പോലെ ഉണ്ടായി ചൊറിഞ്ഞ് പൊട്ടി വെള്ളം എടുത്ത് ഇങ്ങനെ നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. പിന്നെ പ്രധാനമായിട്ട് വരുന്നത് സോറിയാസിസ് എന്ന് പറയും. സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറിയാസിസ് ഒരു പ്രത്യേകത, അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് ശരീരം ആ പേഷ്യൻ്റെ അടുത്തിരിക്കാനോ അതിനെ തൊടാനോ നമുക്ക് തോന്നുന്നില്ല. പക്ഷേ അത് യാതൊരു കാരണവശാലും മറ്റൊരു രോഗിയിൽ വരുന്നതല്ല. കാരണം ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ടോക്സിസിറ്റി കൊണ്ടുണ്ടാകുന്നതാണ്. ടോക്സിസിറ്റി വിഷാംശം കൊണ്ടുണ്ടാകുന്നതാണ്. അത് ഹെറിഡിറ്ററി ഒരു കാരണം, അല്ലാതെ തന്നെ പിന്നെ എക്സ്റ്റേണലായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്.
അപ്പോൾ കാരണങ്ങൾ എന്തായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അതിൻ്റെ പ്രതിവിധി അല്ലെങ്കിൽ ചെറിയ ട്രീറ്റ്മെൻറ്റ് ഞാനിപ്പോൾ അതും കൂടെ പറഞ്ഞുതരാം. ഇപ്പം ഒരു എക്സമ അല്ലെങ്കിൽ ഈ സോറിയാസിൻ്റെ പ്രധാന ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ ചൊറിച്ച് നടന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് അത് സ്കെയിൽസ് പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പാമ്പിൻ്റെയൊക്കെ സ്കെയിൽസ് പോലെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ട് വരും. അതിങ്ങനെ പൊഴിഞ്ഞ് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ പേഷ്യൻറ്റിന് ഇതെല്ലാ അവയവങ്ങളും അത് അഫക്റ്റ്. ഈ സോറിയാസ് തലയിൽ വരും. സോറിയാസ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ വന്നു കഴിഞ്ഞാൽ മുടി കൊഴിയത്തില്ല, അങ്ങനത്തെ പ്രത്യേകതയുണ്ട്. സോറിയാസ് അതിൻ്റെ പ്രധാന കാരണം ഈ നമ്മുടെ ബോഡിയിലുള്ള ടോക്സിൻസ് ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതിന് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് ഈ സ്കിൻ കെയർ ആണ്. കാരണം ആവശ്യമില്ലാതെ കെമിക്കൽ ഒരു ഓയിൻമെൻറ്റ് നമ്മൾ ഇടാൻ പാടില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള പ്രിപ്പറേഷൻസിലുള്ള എല്ലാ സിസ്റ്റത്തിലും ഉണ്ട്. ഉദാഹരണം മോഡേൺ മെഡിസിനുണ്ട്, ആയുർവേദത്തിലുണ്ട്, ഹോമിയോപ്പതി മെഡിസിനുണ്ട്, നാച്ചുറോപ്പതിയിലെല്ലാം ഉണ്ട്. അതുപോലെ നാച്ചുറലായിട്ടുള്ള സംഗതികൾ മാത്രമേ നമ്മളത് ഉപയോഗിക്കാവൂ. അപ്പോൾ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന്, നമ്മുടെ ഈ ഉരുക്ക് വെളിച്ചെണ്ണ, അതായത് വെർജിൻ കോക്കനട്ട് ഓയിൽ വളരെ എഫക്റ്റീവാണ്. അതുപോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന, എപ്പോഴും നമ്മുടെ ശരീരത്തിലത് സോറിയാസിനൊരു വെറ്റ്നെസ് ഉണ്ടായിരിക്കണം. അത് യാതൊരു കാരണവശാലും അത് മുറുകാൻ പാടില്ല. അപ്പോൾ അതിന് ഉപയോഗിക്കാവുന്നത് ഈ ഒലിവ് ഓയിൽ ഉപയോഗിക്കാം. ഒലിവ് ഓയിൽ നാച്ചുറലാണ്. അതുപോലെ ഉരുക്ക് വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ, അതുപോലെ ഗ്ലിസറിൻ. ഈ ഗ്ലിസറിൻ ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതിനകത്തെല്ലാം ഈ മെഡിക്കേറ്റഡ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അതിൽ കൂടുതലും കിട്ടുന്ന ഉദാഹരണം എല്ലാ സിസ്റ്റത്തിനും ഈ ഇതിൽ ചേർക്കാവുന്ന പ്രോഡക്റ്റുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഈ ഹോമിയോപ്പതിയിൽ, ഇപ്പോൾ ഉദാഹരണം ഹോമിയോപ്പതി ഞാൻ പല സിസ്റ്റം പഠിച്ചിരിക്കുന്നുണ്ട്. ഹോമിയോപ്പതിയിലെ ടിഞ്ചേഴ്സ് പറയും. ആ ടിഞ്ചർ, ഉദാഹരണം കലൻറ്റുല ഉദാഹരണം നമ്മളെടുക്കുകയാണ്. അത് ഇതിനകത്ത് ഓയിലിലോ അല്ലെങ്കിൽ ഗ്ലിസറിലോ ചേർത്ത് പുരട്ടിക്കഴിഞ്ഞാൽ വളരെ മാർവലസ് എഫക്റ്റാണത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇൻറ്റേർണലായിട്ടും ഈ